ഇനി കാർഷിക വാർത്തകൾ. തെലങ്കാനയിൽ പരുത്തി സംഭരണം സുഗമമാക്കാൻ CCIക്ക് നിർദ്ദേശം. കർഷകർക്ക് മിനിമം താങ്ങുവില ഉറപ്പാക്കണമെന്നും ഇടനിലക്കാരുടെ ഇടപെടൽ ഒഴിവാക്കണമെന്നും സർക്കാർ. തെലങ്കാനയിൽ 2026-27 സീസണിലെ പരുത്തി സംഭരണത്തിനുള്ള നടപടികൾ സജീവമാക്കി സംസ്ഥാന സർക്കാർ. കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെ CCIയുമായി നടത്തിയ അവലോകന യോഗത്തിലാണ് കൃഷിമന്ത്രി തുമ്മല നാഗശേഖര റാവു നിർദ്ദേശങ്ങൾ നൽകിയത്. കർഷകർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത വിധം സംഭരണം സുഗമവും സുതാര്യവുമാക്കണം, മിനിമം താങ്ങുവില കർഷകർക്ക് ഉറപ്പാക്കണമെന്നും ഇടനിലക്കാരുടെ ഇടപെടൽ ഒഴിവാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കഴിഞ്ഞ സീസണിൽ ഉണ്ടായ ക്രമക്കേടുകൾ ആവർത്തിക്കാതിരിക്കാൻ കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥർ ഏകോപനത്തോടെ പ്രവർത്തിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഈ സീസണിൽ തെലങ്കാനയിൽ 131 CCI സംഭരണ കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിക്കാനാണ് തീരുമാനം. 356 ജിന്നി മില്ലുകളും സംഭരണ കേന്ദ്രങ്ങളായി ഉൾപ്പെടുത്തും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബഹിരാകാശത്ത് കൃഷി ചെയ്ത് വിളവെടുപ്പ്, പച്ചക്കറികൾ കൊണ്ട് പാചകവും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നാസയുടെ ഇന്ത്യൻ വംശജനായ ബഹിരാകാശ സഞ്ചാരി അനിൽ മേനോൻ നടത്തിയ പരീക്ഷണമാണ് ശ്രദ്ധ നേടുന്നത്. ബഹിരാകാശത്ത് കൃഷി, വിളവെടുപ്പ്, പിന്നെ പാചകവും. മലയാളി നാസ ശാസ്ത്രജ്ഞൻ അനിൽ മേനോൻ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ്. ഭാവിയിലെ ദീർഘകാല ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ഭക്ഷണം സ്വയം ഉൽപ്പാദിപ്പിക്കാനുള്ള നാസയുടെ പരീക്ഷണത്തിന്റെ ഭാഗമായി അനിൽ മേനോനും സഹപ്രവർത്തക ജസീക്ക മീറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വളർത്തിയ പച്ചക്കറികൾ വിളവെടുത്ത് പാചകം ചെയ്തു. 1 മാസത്തെ വളർച്ചയ്ക്ക് ശേഷമാണ് ഇവർ വിളവെടുത്തത്. വിളവെടുത്ത ഇലകൾ ഉപയോഗിച്ച് ഇരുവരും ബഹിരാകാശ നിലയത്തിൽ തന്നെ ലളിതമായൊരു ഭക്ഷണവും തയ്യാറാക്കി. ഇന്നുവരെ ഞങ്ങൾ പാചകം ചെയ്തതിൽ ഏറ്റവും മികച്ചത് എന്നാണ് അനിൽ എക്സിൽ കുറിച്ചത്. ദീർഘകാല ചാന്ദ്ര ചൊവ്വ ദൗത്യങ്ങളിൽ പാക്ക് ചെയ്ത ഭക്ഷണത്തെ മാത്രം ആശ്രയിക്കാതെ പുതിയ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാനാകുമോ എന്നതാണ് പരീക്ഷണത്തിന്റെ പ്രധാന ലക്ഷ്യം. ബഹിരാകാശത്ത് ഭക്ഷണം വളർത്തുന്നത് പോഷകാഹാരത്തിനൊപ്പം മാസങ്ങളോ വർഷങ്ങളോ നീളുന്ന ദൗത്യത്തിൽ സഞ്ചാരികളുടെ മാനസിക ഉന്മേഷത്തിനും സഹായകമാകുമെന്നാണ് നാസയുടെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൃഷിയിലൂടെ മാംസ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാമെന്ന സാധ്യതയിലേക്ക് നിർണായക ചുവടുവയ്പുമായി ഗവേഷകർ. മാംസ ഉൽപാദനത്തിന് പുതിയൊരു ബദൽ മാർഗത്തിന് വഴി തുറക്കുന്നതാണ് കണ്ടെത്തൽ. മാംസത്തിനായി ഇനി മൃഗങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ല. കൃഷിയിലൂടെ തന്നെ മാംസ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാനുള്ള പുതിയ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുകയാണ് ഗവേഷകർ. ലണ്ടനിലെ ഇംപീരിയൽ കോളേജ്, കാലിഫോർണിയ യൂണിവേഴ്സിറ്റി, ബയോടെക് സ്ഥാപനമായ കയോമി, ചൈനയിലെ നാൻചാങ് യൂണിവേഴ്സിറ്റി എന്നിവയിലെ ഗവേഷക സംഘമാണ് പരീക്ഷണം നടത്തിയത്. ലെറ്റ്യൂസ്, പുകയില തുടങ്ങിയ സസ്യങ്ങളിൽ മാംസത്തിൽ കാണപ്പെടുന്ന മയോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. മൃഗങ്ങളിൽ നിന്നുള്ള മയോഗ്ലോബിന്റെ ജീനുകൾ ചെടികളുടെ ക്ലോറോപ്ലാസ്റ്റുകളിൽ നിക്ഷേപിച്ചാണ് പരീക്ഷണം നടത്തിയത്. പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഇലകളിൽ മയോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കാൻ ഇതുവഴി സാധിച്ചു. 1 കിലോഗ്രാം ഉണങ്ങിയ പുകയിലിൽ നിന്നും 800 മില്ലിഗ്രാമും ലെറ്റ്യൂസിൽ നിന്നും 810 മില്ലിഗ്രാം മയോഗ്ലോബിൻ ലഭിച്ചതായാണ് പഠനം പറയുന്നത്. ഭാവിയിൽ ലെറ്റ്യൂസ് പോലുള്ള സസ്യങ്ങളെ ഉപയോഗിച്ച് കുറഞ്ഞ ചെലവിൽ മാംസത്തിന്റെ നിറവും രുചിയും നൽകുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങൾ നിർമ്മിക്കാനാകുമെന്നാണ് ഗവേഷകരുടെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.